നിങ്ങളോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീരിയസ് വിഷയം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എൻ്റെ ചാനൽ നിരന്തരം കാണുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ആളുകളും എന്നോട് പറയുന്നു ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. ഒരൊറ്റ കാര്യമുള്ള അതിനകത്ത്, സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ ചാനലിന് നല്ല രീതിയിൽ റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ട് അടിച്ച എൻ്റെ ചാനൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘപരിവാറിനെ കുറിച്ചിട്ട് പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും വലിയ ഊത്തൽ. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ഇവന്മാർ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ സംഘി സൈബർ ഇടങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ ഒരു വാർത്തയാണ് ഈ മിഥുൻ എന്ന് പറയുന്ന പക്കാ തീവ്രവാദി. അതായത് ഇവനിപ്പോൾ ഭ്രാന്താണെന്നാണ് പറയുന്നത്. ഇവൻ 8-9 വർഷമായിട്ട് ഊളംപാറയിൽ ചികിത്സയിലായിരുന്നൊക്കെയാണ് പറയുന്നത്. ഇവന്റെ വിവരം അറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ പോലീസിൽ നിന്ന് കേട്ട മറുപടി വളരെ രസകരമായിരുന്നു. കാരണം അയാൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: പുള്ളിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, പക്ഷേ FIR ഒന്നും ഇട്ടിട്ടില്ല. കാരണം പുള്ളി ഒരു മനോരോഗിയാണെന്നാണ് പറയുന്നത്. കാരണം ഇവൻ മിഥുൻ ആയതുകൊണ്ടാണ് അവനെ മനോരോഗിയാക്കിയത്. അവൻ അഷ്റഫ് ആയിരുന്നുണ്ടെങ്കിൽ അവനെ ഇപ്പോൾ NIA അവിടുന്ന് വന്ന് ഇവനെ തൂക്കിയെടുത്ത് തിഹാർ ജയിലിൽ കൊണ്ടിട്ട് അവൻ്റെ കാര്യം കട്ടപ്പുക എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. കാരണം അതങ്ങനെയാണ്. പേര് മാറിപ്പോയത് സംഘികൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ അമളിയായിരിക്കുന്നുള്ള മിത്രങ്ങളുണ്ടല്ലോ, ഇവന്മാർ ഒന്നാം തരം പൊട്ടന്മാരാണ്. ഈ താടിയും മുടിയൊക്കെ കണ്ടപ്പോഴാണ് ഇവന്മാർ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത്. കാരണം ബാലും തുമ്പും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരങ്ങ് വീഡിയോ ചെയ്യും. കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള സംഘികളുടെ ആസനം താങ്ങി നടക്കുന്ന ജാമിദായും ഫസൽ കാരാട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ പുറത്തോട്ട് ഉന്തിത്തള്ളി വരുന്നവനുണ്ടല്ലോ, ഈ വേട്ടാവളിയന്മാരെല്ലാം ഇവൻ തീവ്രവാദിയാണെന്ന് കരുതി അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് തട്ടിവിട്ടായിരുന്നു. സത്യം പുറത്തു വന്നതോടുകൂടി ഇവരെല്ലാം ഇപ്പം മാളത്തിലേക്ക് പോയി. ഞാനൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണിച്ചതിന് ശേഷം, ഈ അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു പരമനായിൻ്റെ മോനുണ്ട്, ഇവനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. കാരണം ഇവൻ്റെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവൻ രാഷ്ട്രീയപരമായിട്ടൊന്നും അല്ല വിമർശിക്കുന്നത്. ഇപ്പം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കും, സംഘപരിവാറിനെ വിമർശിക്കും, UDF വിമർശിക്കും, LDF വിമർശിക്കും, മുസ്ലിം ലീഗിനെ വിമർശിക്കും. ഇതൊക്കെ രാഷ്ട്രീയപരമാണ്. പക്ഷേ ഒരു മതത്തിൻ്റെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയൊക്കെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തി. പച്ച വർഗീയതയും വായിന്ന് വീഴുന്ന മൊത്തം തെണ്ടിത്തരവും തെമ്മാടിത്തരം. കാരണം ഇവൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കുന്നത് പോലെയാണ് ഇവൻ മറ്റുള്ളവരെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. കണ്ണാടി നോക്കിയാൽ ഇവൻ തന്നെ ചിലപ്പോൾ അറ്റാക്ക് വന്ന് ചത്തുപോകും. കാരണം അത്രയും വികൃതമായിട്ടുള്ള ഒരു വികൃത ജീവി, ഒരു വിഷജീവിയാണ് ഈ നായി. നമുക്കാദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ അനന്തപുരി എന്ന് പറയുന്ന നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഒരു കിണ്ണം കാച്ച മറുപടി ഉണ്ട്, മിസ് ചെയ്യരുത്. കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കുമെന്ന്, അദ്ദേഹത്തിന്റെ തലയറുക്കുമെന്ന് ഈ വീഡിയോയിൽ വന്ന് പരസ്യമായി പറയുകയാണ് ഈ ജിഹാദി തീവ്രവാദി. സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവൻ മാത്രമല്ല, ഇവനെ പോലെയുള്ള ആളുകൾ ഈ ചിന്താഗതിയുമായി നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. രാജ്യത്തെയും ഇവിടത്തെ നിയമങ്ങളെയും ബഹുമാനിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന എത്രയോ നല്ലവരായ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അവർക്കായി ഒരുപാട് നല്ല പദ്ധതികൾ കൊണ്ടുവന്നതും നരേന്ദ്രമോദിജിയുടെ ഭരണകാലത്താണ്. അത് മുത്തലാഖ് നിരോധനത്തിലൂടെ നമ്മുടെ സഹോദരിമാർക്ക് നൽകിയ സുരക്ഷയായാലും, പാവപ്പെട്ടവർക്ക് വീടും സൗജന്യ റേഷനും നൽകിയതിലായാലും അവിടെയൊന്നും അദ്ദേഹം ഒരു മതവും നോക്കിയിട്ടില്ല. എല്ലാവരെയും ഒരുപോലെയാണ് സഹായിച്ചത്. എന്നിട്ട് ഈ ജിഹാദികൾക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര ദേഷ്യം? എന്താണ് ഇത്ര പക? എന്തിന്റെ കഴപ്പാണ് ഇവന്മാർക്ക്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ശ്രീ ചേറായി ചേട്ടനെ നേരിട്ട് പരിചയമുണ്ടോ? ആളൊരു അഡ്രസ് ചോദിച്ചിരുന്നു, അഡ്രസ് നടത്തിച്ചു കൊടുക്കാനാണ്. മോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മെനകെട്ട മറ്റേ ഉണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുന്നു. അതാണ് വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത. ഞങ്ങൾക്ക് പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞവന്റെ അഡ്രസ് അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. അപ്പൊ നമ്മുടെ ചൊറായി ചേട്ടൻ അഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ജിഹാദിയുടെ ചൊറായി ചേട്ടൻ കേസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടു. സത്യത്തിൽ കാള പെറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്ക് കയറെടുത്ത വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളാണ് ഈ സംഘപരിവാർ മിത്രങ്ങളെല്ലാം കേട്ടോ. ഇനി പക്ഷെ ഈ സംഘികൾക്ക് പോലും അപമാനമാണ് ഈ പരമനായ. ഇവൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ജാതി മത ഭേദം നമ്മളെല്ലാം കൂടി സമാധി കൊടുത്തു. ഇനി ബാക്കിയുള്ള പൈസ ഈ 38 ലക്ഷം രൂപ 28 ലക്ഷം കിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുത്വം വളർത്താൻ കിടക്കുന്നത് വെല്ലുവിളിയൊന്നും അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലുള്ള ഇതര സമാധാനം മാത്രമല്ല, വ്യക്തിഗതമായി പലരെയും കണ്ടും. ഈ കോയ സുഡാപ്പി പറയുന്നത് കേട്ടല്ലോ. ഇദ്ദേഹം പൊട്ടനാണ്, പക്ഷേ ഇദ്ദേഹം ചിന്തിക്കുന്നത് ബാക്കിയുള്ളവരും പൊട്ടനാണ് എന്ന് സ്വയം ചിന്തിക്കുന്നു. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമല്ലോ, ഇവന്മാർ അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. മുന്നോട്ട് പോകണ്ടേ, പിടിച്ച് നിൽക്കണ്ടേ.
പിന്നെ ഈ ഫോട്ടോയിൽ കണ്ടല്ലോ അല്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന വ്യക്തികളാണ്. അതിൽ ഒന്ന് ഞാൻ തന്നെയാണ്, പിന്നെ ശശീല ടീച്ചറുണ്ട്. അങ്ങനെ 3-4 ഫോട്ടോകൾ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോകളിൽ ഉള്ള എല്ലാ പേരും ഹിന്ദുക്കളുമാണ്. ഇവൻ പറഞ്ഞ 25 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് വേണ്ടി സമാഹരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് സമാഹരിച്ചു. ഇനി ഇതിൽ കാണുന്നവർ ഒരു 10,000 രൂപ വെച്ച് സമാഹരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മൂഞ്ചിക്കുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാവും. അത് അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതിൽ കൂടെ തന്നെ ഇവൻ വർഗീയതയും ഉണ്ടാക്കി വിടുന്നതാണെന്ന് മനസ്സിലായി. ഇവൻ്റെ വാ തുറന്നാൽ വർഗീയത മാത്രമേ ഉള്ളൂ. ഒരു മരപ്പൊട്ടാനാണ് അവൻ. ഇവൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവൻ പലപ്പോഴും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇമാതിരിയുള്ള ഉണ്ടാക്കാരന്മാരെയൊക്കെ നമുക്ക് അല്ലാതെ സമയമില്ല. ഇത് മുഴുവൻ കാണണം, ഇയാൾക്കുള്ള മറുപടിയല്ല. അയ്യേ, അറിയാൻ പഴയ പരിപാടി നിർത്തിയിട്ട് ഇപ്പം പല്ല് മൊത്തം എടുത്തേക്കാണല്ലോ. അറിയാൻ EMI എടുക്കേണ്ട കാര്യം പോലും. കാരണം ഈ പരിപാടി അറിയുന്നവന് നല്ല കഴിവിനനുസരിച്ച് പൈസയും കിട്ടും. അതുകൊണ്ട് നിൽക്കട്ടെ, നിന്റെ അക്കച്ചി വരുന്ന ദിവസമാണ് ഞാൻ കുളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുപോലെ പറയുന്ന പലുവന്റെ അക്കച്ചി മാസത്തിലും 5 വരുമ്പം അവരാണ് എന്നെ കുളിപ്പിക്കുന്നത്. ഞാൻ നിന്റെ അക്കച്ചിയുടെ കാര്യം പറയാം. അവള് വന്ന് എന്നെയൊക്കെ തേച്ച് കുളിപ്പിച്ച് നീ ഇത് ഇയാൾക്കുള്ള മറുപടിയല്ല ഏട്ടാ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ഈ തോന്നിയാസങ്ങൾ മുഴുവനും പറയുമ്പോഴും ഈ കൈ കൊണ്ട് ഈ ആക്ഷൻ, ഈ അശ്ലീല ആക്ഷൻ ഇദ്ദേഹം കാണിക്കുമ്പോഴും ഇയാളുടെ നെറ്റിത്തടത്തിലോട്ട് നമ്മൾ നോക്കിയേ. അയാൾ കൂറി തൊട്ടിട്ടില്ലേ? ഒരു ഭക്തനല്ലേ? ഒരു വിശ്വാസിൽ നിന്ന് വരേണ്ട വർത്താനമാണ് ഇതൊക്കെ. വിമർശനമാകാം, അത് ഈ ഭാഷയിലാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മുസ്ലിമീങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ദയവ് ചെയ്ത് ഇയാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അയാളെ തെരുവിളിക്കാൻ. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയോ, ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരങ്ങൾ, മലയാളികൾ പോലും ഇയാളെ വീഡിയോ കാണാറില്ല. കാണുന്നറിയോ? സോഷ്യൽ മീഡിയ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്, മക്കൾ ഉപയോഗിക്കുന്നുണ്ട്, കൂട്ടുകുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് കേട്ടിരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനവും അയാൾ അതേ മനോഭാവമുള്ള മാനസിക രോഗികളാണ്. അവർ ആസ്വദിച്ചോട്ടെ. ജീവിതം അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല, പിന്നെ അവർക്ക് ആകെ ആസ്വദിക്കാൻ പറ്റുന്ന എന്താ? ഇതൊക്കെയാണ്. അയാൾ ഈ തെമ്മാടിത്തരം മുഴുവൻ പറയുമ്പോൾ അവരിങ്ങനെ ഉൾപ്പൊള്ളം കൊള്ളും. ഹിന്ദുക്കളൊക്കെ അവനത് പച്ച തെറിയലുണ്ട്, ഹിന്ദു സഹോദരങ്ങൾ. കാരണം അവർക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ മുസ്ലിമീങ്ങൾ ഇതിനെ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിനാ? ഇയാളെ വീടിന്റെ താഴ്പ്പ് അയാൾ എന്നെയാണെങ്കിൽ എന്നെയും പറയുന്നത് ഇത് കണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ചാരിറ്റി എന്ന് കേട്ടുകൊണ്ട് വിദേശത്ത് നിന്നും തീവ്രവാദ ഫണ്ടുകൾ തനിക്കൊക്കെ ഇങ്ങനെ ഒഴിവി വരും. വേറെ ജോലി ഒന്നുമില്ല, ഇതുപോലെ ഇരുന്നൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടെങ്കിൽ ഇരുന്നാൽ മതി. പള്ളിയിൽ നിന്ന് കേവലം 20,000 രൂപ ശമ്പളമുള്ള ഞാൻ ആരെങ്കിലും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് ഈ നാട്ടിലുള്ള ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യും. എന്നിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇനി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവന് 10 പൈസ എനിക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അവൻ ചെയ്യത്തില്ല. ഇവനൊക്കെ പൈസ യൂസ് ചെയ്ത് മനുഷ്യനെ കൊടുക്കുക. ഇവനൊക്കെ ഇറങ്ങിയിരുന്ന ഒരു 10,000 രൂപ പിരിച്ചു നോക്കി. ഒരു 10,000 മനുഷ്യൻ കൊടുക്കത്തില്ല. കാരണം ഇവനൊക്കെ എന്ത് വിശ്വാസം ഇവൻ്റെ കൈ കൊടുക്കുക? എന്ത് സുതാര്യതയുണ്ട്? അല്ല ഇവനിലൊക്കെ എന്ത് നന്മയുണ്ട്? അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് സ്നേഹപൂർവ്വം പറയണം, ഒരു കാരണവശാലും ഇയാൾ എന്നെ പറഞ്ഞോട്ടെ, ആരും പറഞ്ഞോട്ടെ, കമൻറ്റ് ബോക്സിൽ പോയി നമ്മളെ അവർ വിജയിപ്പിക്കരുത്. അവനൊക്കെ പറഞ്ഞ് അവൻ്റെ വായ്നാറ്റം തീരുന്ന അവൻ അവസാനിപ്പിച്ചോളൂ. എന്തെങ്കിലും പഠിക്കാനുള്ള വർത്താനം കിട്ടും നോക്കുന്നത്. കണ്ണൊക്കെ ചുമന്നിട്ട് എന്തോ പോലെ വിനാഗിരിയാണ് എടുത്ത് അടിച്ചിരിക്കുന്നത് അറിയാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ അവൻ അതിൻ്റെ ആ ഒരു രസത്തിലും ത്രില്ലും ഒക്കെ പറഞ്ഞു പോയിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളാണ് പോകും. നമുക്ക് എന്തെല്ലാം പണികളുണ്ട്? ഇനിയും നമ്മൾ ചെയ്യേണ്ട നന്മകളും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളോട്ട് മുന്നോട്ട് പോവുക, ജീവിതം ആസ്വദിക്കുക. അവനവിടെ കിടന്ന് ഞെരി ഞാൻ പറഞ്ഞോട്ടെ. അപ്പം കുടുംബപരമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇവൻ്റെ ആംഗ്യങ്ങളും ഇവൻ്റെ വായിൽ വരുന്ന ഈ തീട്ട വർത്താനം. അതുപോലെ ദുർഗന്ധം വമിക്കുന്ന ഈ വൃത്തികെട്ട ചെറ്റ ഇവൻ ഇങ്ങനെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ടിടുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. കാരണം ഒരു പ്രത്യേക മതത്തെക്കുറിച്ചിട്ട് ഇത്രയും വിദ്വേഷപരമായിട്ടുള്ള കമൻറ്റുകൾ വരുന്ന കുറേ ആളുകളിൽപ്പെട്ടിട്ടുള്ള ഒരുത്തനാണ് ഈ കണ്ടിട്ടുള്ള ഈ വേട്ടാവളിയൻ. സത്യത്തിൽ എന്താണ് നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? നമ്മുടെ നാടിനൊരു നിയമമുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മാന്യമായ രീതിയിൽ തന്നെ പറയാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഊള, ചെറ്റ, അങ്ങനെയുള്ള ചില പദങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തരും. അത് പിടിവിട്ട് പോകുമ്പോഴാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. എങ്ങനെ ഇവനൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാതിരിക്കും? അതുപോലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോകളെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.